നല്ലത് ചെയ്യണം. നമുക്കിതേ ഉള്ള സന്തോഷം. എല്ലാം നമ്മുടെ സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ. ഈശ്വരന്റെ കാൽപുണ്യം കൊണ്ട് ആരെ ജയിച്ചാലും നമുക്കൊരു പ്രശ്നവുമില്ല. നമുക്ക് അവരെ കൊണ്ട് 10 പൈസയുടെ ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇനി അത് കിട്ടുകയും വേണ്ട. വയസ്സ് 62ആയി. നമ്മൾ ഈ കഷ്ടപ്പെട്ടാണ് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത്. വേറെ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ജോലി ചെയ്താലേ ഞങ്ങളുടെ കുടുംബം കഴിയത്തുള്ളൂ, ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനൊക്കെ ഉള്ളു, ഞങ്ങൾ റേഷൻ മേടിക്കാനൊക്കെ ഉള്ളു. ഞങ്ങൾക്ക് ഈ ആര് ജയിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ സഹായമൊന്നും ഞങ്ങൾ അവരെ പാദപ്പടിയിൽ കിണ്ടാൻ പോയില്ല. ഒരു വീട് വയ്ക്കാൻ വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് 4 ലക്ഷം രൂപ പാസ്സായിട്ടും പോലും ഈ കോർപ്പറേഷൻ സർക്കാരും മന്ത്രിമാരും നിന്നിട്ട് എനിക്ക് തന്നില്ല. അത് വേദനയുണ്ട്. 2 വർഷമായി. എൻ്റെ സ്വന്തം പണത്തിലാണ് ഞാൻ വീട് കെട്ടിയത്. 15 ലക്ഷം രൂപ കടവ് എടുത്ത് ഇന്ന് പലിശ കൊടുക്കുകയാണ് അമ്മച്ചി. ഈ കച്ചവടം കൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം, വേറെ ഒന്നുമല്ല. ആരോ ജയിച്ചോണ്ട് പോട്ടെ, അല്ല ഒരു പരാതി നമുക്കില്ല. ഒരു ഓട്ടമുണ്ട്, ഇഷ്ടമുള്ളവർക്ക് അപ്പോഴും പോയി ഇട്ടു കൊടുക്കും. ആരെ ശുപാർശയും വേണ്ട. ഇതാണ് അമ്മച്ചിയുടെ ഒരു ഇത്, വേറെ ഒരു കുഴപ്പമില്ല. വോട്ടിട്ട് കൊടുക്കും. എൻ്റെ മൗന്യമായ അവകാശമാണ് വോട്ട്. അവിടെ പോകുമ്പോൾ അന്നേരം തോന്നുന്ന ആർക്കിടണമെന്ന് അന്നേരം വോട്ട് ഇട്ടിട്ട് ഇറങ്ങും. ആരെ ന്യായവും കേൾക്കത്തില്ല. അവരെ തൊടണം, കവലപ്പെടണം, കയ്യട്ടി നിൽക്കണം, കച്ചേരി കയറണം, കമ്പി എത്ര ഉണ്ടെന്ന് എണ്ണാൻ വഴി വെക്കരുത്. കടലിനക്കരെ പോയവരെ, കാണാൻ പെണ്ണിന് പോയവരെ, പോയി വരുമ്പോ എന്ത് കൊണ്ടുവരും? പവനാല രാവിലെ പാലാടി തെരയിലെ തെരയുടെ മത്സ്യകന്യയുടെ മാരുടെ മാണിക്യ മുത്തു കൊണ്ടുവരും. തീർന്നു പോയി.